മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി മെറ്റീരിയൽ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇതിൻ്റെ 66ാമത്തെ എപ്പിസോഡിൽ നമ്മൾ മെർക്കുറിയസ് എന്ന അധ്യായത്തിൻ്റെ 8ാം ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദ യൂറിൻ ബേൺസ് ആൻഡ് സ്മാർട്സ്. യൂറിനറി പ്രശ്നം, ബേണിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബേണിംഗ് ഉണ്ട്, സ്മാർട്ടിംഗ് ഉണ്ട്. ഫ്രീക്വൻറ്റ് urging to urinate, dribbling a little, ബ്ലഡി യൂറിൻ, ഗ്രേറ്റ് ബേണിംഗ്. അപ്പോൾ ഫ്രീക്വൻറ്റ് അർജിങ് ഉണ്ട്, കുറേശ്ശെ തുള്ളി പോലെ ഡ്രിബിൾ ചെയ്ത് പോകുന്നു. ബ്ലഡി യൂറിൻ ഉണ്ട്, ഗ്രേറ്റ് ബേണിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് ഒരു കാര്യം, മെർക്കുറിയസ് ആൻറ്റിസിഫിലിറ്റിക്കാണെന്ന് കൂടാതെ ഗൊണേറിയയിലും മറ്റുമൊക്കെ ഇതിന് പ്രയോഗമുള്ളതായിട്ട് നമ്മൾ ആദ്യം കണ്ടു. 3 മയാസ്തെ ഇത് കവർ ചെയ്യും. ഇത്തരം വെനറൽ ഡിസീസസ് ഉള്ളവർക്ക് ഒരു പൊതുവെ കാണുന്ന ഒരു സിംറ്റമാണ് ഈ യൂറിനേഷനുള്ള പ്രയാസം, വിശേഷം ഗുണേറിയ. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന ഒരു 92-93 കാലഘട്ടത്ത് ആഴ്ച ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ കൃതികളും, കഥകളായാലും നോവലായാലും എല്ലാം. അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾ എന്ന പേരുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ലഘു നോവലുണ്ട്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, ഇരുളിൻ്റെ മറവിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതമാണ് പറയുന്നത്. പക്ഷേ ബഷീറിൻ്റെ ഒരു ക്ലാസിക് കൃതിയാണ്. അതിൽ നറേറ്ററായിട്ട് വരുന്ന ആൾ ഒരു മുൻ പട്ടാളക്കാരനാണ്. അയാൾക്ക് ഗുണറിയെ ബാധിച്ച മനുഷ്യനാണ്. അയാൾ പറയുന്നുണ്ട്, ഒരു സമുദ്രം മുള്ളാൻ തോന്നും, പക്ഷെ ഒരു തുള്ളി പോലും പുറത്തു വരുന്നില്ല. അതിൽ എക്സാക്റ്റ് വാചകമുണ്ട്, സമുദ്രം മുള്ളാൻ തോന്നും, ഒരു തുള്ളി പോലും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു കഥയെ ആസ്പദമാക്കി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് കൃത്യമായിട്ടുള്ള നറേഷൻ, അത് കൃത്യമായിട്ടുള്ള അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരിക്കൽ അഭയം ചോദിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അയാൾക്ക് ഗുണറിയെ ബാധിച്ചിരുന്നു. അയാൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റില്ല, മൂത്രമൊഴിക്കാൻ തോന്നും, പക്ഷേ പോവില്ല. വല്ലാതെ പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ രക്തവും പഴുപ്പൊക്കെ പോകും. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. ഹോമിയോപ്പതിയിലൂടെ അത്തരം ആളുകളെയൊക്കെ സഹായിക്കാൻ പറ്റും. മെർക്കുറിയസിൽ കണ്ടില്ലേ, കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ, ഫ്രീക്വൻറ്റ് urging to urinate, dribbling a little, ഗ്രേറ്റ് ബേണിംഗ്, ബ്ലഡി യൂറിൻ ഒക്കെ ഉണ്ട്. ഹെമറേജ് ഫ്രം ദ യുറേത്ര, ഇച്ചിങ് വേഴ്സ് ഫ്രം പ്രസൻസ് ഓഫ് യൂറിൻ, ഇച്ചിങ് വേഴ്സ് ഫ്രം ദ പ്രസൻസ് ഓഫ് യൂറിൻ. അപ്പോൾ യൂറിൻ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ചൊറിച്ചിൽ വരുന്നുണ്ട്. ഗൊണേറിയ വിച്ച് ഹാസ് എക്സിസ്റ്റഡ് ഫോർ സം ടൈം, ഡിസ്ചാർജ് തിക്ക്, ഗ്രീനിഷ് യെല്ലോ ആൻഡ് ഒഫൻസീവ്. ഉണ്ടോ, കുറച്ചു കാലം ഗുണേറിയ എക്സിസ്റ്റ് ചെയ്തിരുന്നു, സപ്രഷന് മുൻപ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. തിക്ക് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു, ഗ്രീനിഷ് യെല്ലോ ആയിരുന്നു, വളരെ ദുർഗന്ധം വഹിക്കുന്നതായിരുന്നു. സ്മാർട്ടിങ് ആൻഡ് ബേണിംഗ് ഇൻ ദ യുറേത്ര വെൻ യൂറിനേറ്റിംഗ്. യൂറിനേറ്റ് ചെയ്ത് കഴിയും, യൂറിനേഷൻ്റെ സമയത്ത് സ്മാർട്ടിങ്ങും ബേണിങ്ങും. ലോസ് ഓഫ് സെക്ഷൽ പവർ, സെക്ഷൽ പവർ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ സെക്ഷൽ വൈസസിൻ്റെ ഒരു മറുവശമാണ് ഈ ഗൊണേറിയ, സിഫിലിസ് പോലുള്ള രോഗങ്ങൾ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, സെക്ഷൽ എക്സസിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ മറുവശം എന്താണ്? ലോസ് ഓഫ് സെക്ഷൽ പവർ. ലെസീവിയസ് എക്സൈറ്റ്മെൻറ്റ് വിത്ത് പെയിൻഫുൾ ഇറക്ഷൻസ്. എക്സൈറ്റ്മെൻറ്റ്, വളരെയധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നു, പക്ഷേ ഇറക്ഷൻ വളരെ പെയിൻഫുള്ളാണ്. അൾസേഴ്സ് ഓൺ ദ പ്രൊപ്യൂസ് ആൻഡ് ഗ്ലാൻസ്, മേക്കിംഗ് ഇറ്റ് സ്യൂട്ടബിൾ ഇൻ ഷാങ്കർ ആൻഡ് ഷാങ്കറുകൾ. അപ്പോൾ പ്രൊപ്യൂസ്, ഫോർസ്കിന്നിലും ഗ്ലാൻസിലും അൾസേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഷാങ്കർ ഉള്ള അവസ്ഥയിൽ ട്രീറ്റ്മെൻറ്റിന് മെർക്കുറിയസ് വളരെയധികം ഉപകരിക്കും. ഫ്ലാറ്റ് അൾസേഴ്സ്, അൾസേഴ്സ് വിത്ത് ലാർഡേഷ്യസ് ബ്ലേസ്. പക്ഷേ ഈ അൾസേഴ്സിന് മെർക്കുറിയസിൻ്റെ സ്വഭാവം കാരണം എല്ലാത്തരം അൾസേഴ്സും പറ്റുന്നില്ല. ലാർഡേഷ്യസ് ബേസുള്ള ഫ്ലാറ്റ് അൾസേഴ്സ്, ഫ്ലാറ്റായിട്ട് ഏരിയ കൂടി വരുന്ന, ഡെപ്ത് അല്ല, ഏരിയ കൂടി വരുന്ന അൾസേഴ്സ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇന്നർ സർഫസ് ഓഫ് ദ പ്രൊപ്യൂസ്,
പ്രൊഡ്യൂസിന് ഇന്നർ സർഫസിൽ ഇൻഫ്ലമേഷൻ. ബാലനൈറ്റിസ്, പീനിസിൻ്റെ അഗ്രത്തിൽ വീക്കം, ചൊറിച്ചിൽ. ഒഫൻസീവ് പസ്, വല്ലാത്ത ദുർഗന്ധമുള്ള പസ്. ഇൻ ക്രോണിക് ബാലനൈറ്റിസ്, വെൻ പസ് ഫോംസ് ബിഹൈൻഡ് ദ ഗ്ലാൻഡ്സ് ആൻഡ് അണ്ടർ ദ ഫോർസ്കിൻ, ഗൊണോറിയൽ ഓർ സോറിക്, കൺസൾട്ട് ജാക്രാൻഡ കരോബ. ക്രോണിക് ബാലനൈറ്റീസിൽ ഗ്ലാൻഡ്സിന് പിന്നിൽ പസ് ഫോം ചെയ്യുമ്പോൾ, ഫോർസ്കിൻ്റെ അണ്ടറിൽ പസ് ഫോം ചെയ്യുമ്പോൾ അത് ഗൊണോറിയലോ സോറിക്കോ ആയാൽ ജാക്രാൻഡ കരോബയെ കൂടി പരിഗണിക്കേണ്ടതാണ്. ദ വുമൺ ഹാസ് മച്ച് ട്രിബുലേഷൻ, ബേണിംഗ്, സ്റ്റിങ്ങിങ് ഇൻ ഓവറീസ്. അപ്പോൾ സ്ത്രീകൾക്കും ഒരുപാട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സിംറ്റംസ് പുരുഷന്മാരോട് ബന്ധപ്പെട്ടു, പക്ഷേ സ്ത്രീകൾക്ക് ഒരുപാട് സഫറിങ് ഉണ്ട്, ഒരുപാട് ട്രിബുലേഷൻ, സഫറിങ് ഉണ്ട്. ബേണിങ്, സ്റ്റിങ്, ഓവറീസ് സ്റ്റിങ്ങിങ്ങും ബേണിങ്ങും. സ്ക്രീമിങ് ഫ്രം വേദന കൊണ്ട് കരയുന്ന അവസ്ഥ, ഓവറിയൽ പെയിനും ബേണിങ്ങും കൊണ്ട് കരയുന്ന അവസ്ഥ. സ്റ്റിങ്ങിങ്, ടിയറിങ്, കട്ടിങ് പെയിൻസ് ഇൻ ദ ഓവറീസ്. പേഷ്യൻസ് കവേർഡ് വിത്ത് സ്വെറ്റ്. ഇതിന് ഈ സമയത്ത് വല്ലാതെ വിയർപ്പ്, മെർക്കുറീസിൻ്റെ പൊതു സ്വഭാവം. സ്റ്റിങ്ങിങ്, ഇച്ചിങ് ആൻഡ് ബോറിങ് പെയിൻസ് ഇൻ യൂട്രസ്. യൂട്രൈൻ പെയിൻസ് ഉണ്ട്, ബോറിങ്, തുളച്ചു കയറുന്ന പെയിൻ, സ്റ്റിങ്ങിങ്, കുത്തുന്നത്, ഇച്ചിങ് ഒക്കെ ഉണ്ട്. പെയിൻസ് ഇൻ ദ യൂട്രസ് ആൻഡ് ഓവറീസ് അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്. മെൻസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം പെയിൻസ്. മിൽക്ക് ഇൻ ദ ബ്രസ്റ്റ് ഓഫ് ദ നോൺ പ്രഗ്നൻറ്റ് വുമൺ അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്. കണ്ടോ, മെൻസ്ട്രൽ പീരീഡിൽ ഗർഭിണികളല്ലാത്ത സ്ത്രീകളിലും മിൽക്കിൻ്റെ ഫോർമേഷൻ. മിൽക്ക് ഇൻ ദ ബ്രസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ മെൻസ്ട്രൽ ഫ്ലോ. മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാകുന്നതിന് പകരം ബ്രസ്റ്റിൽ മിൽക്ക് ഫോം ചെയ്യുക. വല്ലാത്തൊരവസ്ഥയാണ്. I once had a freak in a 16-year-old boy who had milk in his breast. I cured him with mercury. അസാധാരണ സംഭവം. 16 വയസ്സുള്ളൊരു കുട്ടിയിൽ, ആൺകുട്ടിയിൽ, ബോയിൽ നിപ്പിൾസിൽ നിന്നും മിൽക്ക് വരുന്നൊരവസ്ഥ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ പഴയകാല സംഭവം ഓർമ്മ വന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ടായിരുന്നു. 1-2 വർഷം തോറ്റ കുട്ടിയാണ്. ചെറിയ ക്ലാസ്സിലൊന്നും കൂടെ പഠിച്ചിട്ടില്ല, തോറ്റ് കിടന്ന കുട്ടിയാണ്. 9 വീട്ടിലൊക്കെ തോറ്റ് കിടന്നിരിക്കും. ഈ പറയുന്നൊരു 16 വയസ്സ് കാണണം. കൃത്യമായിട്ട് ഈ ആൾ ക്ലാസ്സിലൊരു കാര്യാണ്ടപ്പടി ഒരു ഉഴപ്പം കുട്ടിയായിരുന്നു. ക്ലാസ്സിൽ കാണിക്കുന്നൊരു വിനോദം എന്താണെന്ന് അറിയാമോ? ഈ ഷർട്ട് അഴിച്ചിട്ട് നിപ്പിൾസിങ്ങനെ ഞെക്കും. നിപ്പിൾസിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ പാല് പോലത്തൊരു ദ്രാവകം വരും. ഇത് ഞങ്ങളെ കുട്ടികളൊക്കെ കൂടുതൽ കാണുന്നത് അസാധാരണ കാര്യമാണല്ലോ. പിന്നീട് സ്കൂളിൽ കഴിഞ്ഞു ആ കാര്യം സംഭവം മറന്നുപോയി. 1983-84 ഈ സംഭവം. പിന്നീട് 87-ലാണ് ഞാൻ ഹോമിയോപ്പതിയിലേക്ക് പരിചയപ്പെട്ടു തുടങ്ങുന്നത്. ഏതാണ്ട് 88-89 കാലഘട്ടത്തിലാണ് ഈ പുസ്തകം ഞാൻ വളരെ ആവേശത്തോടെ വായിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ, മെർക്കുറീസ് വായിച്ച് ഇപ്പം ഞാൻ വായിച്ചു നിർത്തിയ വാചകം വായിച്ചപ്പോൾ എനിക്ക് അവൻ്റെ ഓർമ്മ വന്നു. അതിൽ ആ കുട്ടിയുടെ പേര് തന്നെ ഞാൻ മറന്നു വരുന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് ചില സഹപാഠികളെ കണ്ടെത്തി, ഈ കുട്ടിയുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള 1-2 പേരെ കണ്ടെത്തി. ഒരു 1-2 ആഴ്ചത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇയാളെ ഞാൻ ലൊക്കേറ്റ് ചെയ്തത്. ഒരു തൊഴിലുമായിട്ട് മറ്റു സ്ഥലത്ത് ജീവിക്കുകയായിരുന്നു. എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടെത്തി, സംസാരിച്ച് പഴയ പരിചയമൊക്കെ പുതുക്കി. സാവകാശം ഈ വിഷയം ചോദിച്ചു. ഈ വിഷയം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം അപ്പോഴും ഉണ്ട്. നിപ്പിൾസ് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ പാല് പോലത്തെ, എന്നാൽ അത്രയ്ക്ക് വൈറ്റല്ല, ഒരു കൊഴുത്ത കഞ്ഞിവെള്ളം പോലെ തോന്നും, ഒരു സ്രവമുണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവന് മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് ചികിത്സ എടുക്കണോ, നമ്മൾ ചികിത്സയായിട്ട് കരുതണ്ട, ഒരു പരീക്ഷണമായിട്ട് നമുക്ക് കരുതാം. അങ്ങനെ ഞാൻ ഡോക്ടർ ജൻബാബുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഥയൊക്കെ പറഞ്ഞു. അദ്ദേഹം കേസ് എടുത്തു. മെർക്കുറീസ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് ഞാൻ ചോദിച്ചില്ല. ഏതായാലും ബാബുചേട്ടൻ ഒരു സിംഗിൾ മെഡിസിനാണ് കൊടുത്തത്. പിന്നീട് 1-2 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇയാളെ കണ്ടെത്തി ചെന്നപ്പോഴേക്കും ഈ പ്രശ്നമില്ല. ഒരുപക്ഷെ മെർക്കുറീസ് ആയിരിക്കാം.
ഏതായാലും ഇങ്ങനെ ഇപ്പോൾ കെൻറ്റ് പറയുന്നത് ഫ്രീക്ക് വല്ലാതെ ക്യൂരിയസ് ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. മെൻസ്ട്രൽ ഫ്ലോ ലൈറ്റ് റെഡ്, പെയിൽ, ആക്രിഡ്, ക്ലോട്ടഡ് ആൻഡ് പ്രൊഫ്യൂസ് ഓർ സ്കാൻഡി. മെൻസ്ട്രൽ ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ലൈറ്റ് റെഡ്, പെയില്, ആക്രിഡ്, ക്ലോട്ടഡ്, പിന്നെ പ്രൊഫ്യൂസും ആകാം, സ്കാൻഡിയും ആകാം, കൂടുതലും ആകാം, കുറഞ്ഞതും ആകാം. ദ മെൻസസ് ആർ സംടൈംസ് സപ്രസ്ഡ്. ചിലപ്പോൾ സപ്രസ്ഡ് മെൻസ്ട്രുവേഷൻ ഉണ്ട്. വുമൺ ഹു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് മെർക്കുറി ഫോർ ബിലിയസ്നെസ് റിമെയിൻ സ്റ്റെറൈൽ. പഴയ ഒരു അവസ്ഥയാണ്. ബിലിയസ്നെസ്സിന് മെർക്കുറി കോമ്പൗണ്ട്സ് കഴിച്ചിട്ട് സ്ത്രീകൾക്ക് സ്റ്റെറിലിറ്റി ഉണ്ടാകാം. ഇനി അതിന് മറ്റൊരു ഇതോട് പറയുന്നത് കോഫി ഡ്രിങ്കേഴ്സ് ഓഫൺ റിമെയിൻ സ്റ്റെറിൽ ഓൾസോ ആൻഡ് യു മസ്റ്റ് സ്റ്റോപ്പ് ദെയർ കോഫി. കടുത്ത കാപ്പി കുടിയന്മാരിലും ഇത്തരം സ്റ്റെറിലിറ്റി ഉണ്ടാകാം. അപ്പോൾ കാപ്പി കുടി നിർത്തണം. ഇംപിഡിമെൻ്റ് ക്യൂർ എന്നുള്ള കാര്യം ഓർക്കണം. കാപ്പി കുടി നിർത്തണം. അത് ബ്രാക്കറ്റിലേക്ക് എന്ന് പറയുക. അമിനോറിയ വിത്ത് എബില്യൂഷൻസ്, മെൻസ്ട്രുവേഷൻ ഇല്ലാത്തൊരവസ്ഥ, ഒപ്പം ഡീജനറേഷൻ. ഷാങ്കേഴ്സ് ഓൺ ദ ഫീമെയിൽ ജെൻറ്റൽസ്, ഫീമെയിൽ ജെൻറ്റൽസിൽ ഷാങ്കേഴ്സ് ഉള്ള അവസ്ഥ. ഏജ്ഡ് വുമൺ ഹാവ് ഡെന്യൂഡഡ് ജെൻറ്റൽസ്, റോനസ്, സോർനസ് ആൻഡ് ഫോൾസ് ഗ്രാൻഡേഷൻസ് വിച്ച് ആർ ഓൾവേസ് ബ്ലീഡിങ്. പ്രായമുള്ള സ്ത്രീകളിലും ഇതേപോലെ ഡീജനറേഷൻ, ജെൻറ്റൽസ് ഡീജനറേഷൻ ഉണ്ട്, ഇച്ചിങ് ഉണ്ട്, യൂറിനായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇച്ചിങ് ഉണ്ട്, അത് വാഷ് ചെയ്ത് കളയണം. അങ്ങനെ ഒരുപാട് അവസ്ഥ ഉണ്ട്. ഇൻ ചിൽഡ്രൻ, ബോയ്സ് ഓർ ഗേൾസ്, ദ യൂറിൻ ബേൺസ് ആഫ്റ്റർ യൂറിനേറ്റിംഗ് ആൻഡ് ദേ ആർ ഓൾവേസ് ക്യാരിങ് ദെയർ ഹാൻഡ്സ് ടു ദ ജെൻറ്റൽസ്. ചെറിയ കുട്ടികളിൽ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും യൂറിനേഷന് ശേഷം പാർട്സിൽ ബേണിങ്. അതുകൊണ്ട് കുട്ടികളെപ്പോഴും ഈ ജെൻറ്റൽസിൽ കൈവച്ചിട്ട് നടക്കും, ഈ ബേണിംഗ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ കുട്ടികളെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ അല്ല ചെയ്യേണ്ടത്, അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കണം. മെർക്കുറീസ് അതിന് അനുയോജ്യമായ ഔഷധങ്ങളൊന്നാണ്. ലിറ്റിൽ ഗേൾസ് ഹാവ് ആക്രിഡ് ലുക്കോറിയ കോസിങ് ബേണിംഗ് ആൻഡ് ഇച്ചിങ് ആൻഡ് മച്ച് ട്രബിൾ. ചെറിയ പെൺകുട്ടികളിലും ലുക്കേറിയ, ആക്രിഡ് ലുക്കേറിയ, അസിഡിക് നേച്ചറുള്ള ലുക്കേറിയൽ ഫ്ലൂയിഡ്സ് വന്നിട്ട് ബേണിങ്ങും ഇച്ചിങ്ങും ഉണ്ടാകുന്നു. കുട്ടികളിലും വലിയ പ്രശ്നം ഉണ്ടാകുന്നു. പ്ലമോണസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി ജെൻറ്റൽസ്, ജെൻറ്റൽസിൻ്റെ സ്കിന്നിന് അടിയിൽ ഇൻഫ്ലമേഷൻ. ബോയിൽസ് ആൻഡ് ആക്സസ് അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്, മെൻസ്ട്രൽ പീരീഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നു. ബോയിൽസ്, ആക്സസസ്. ലിറ്റിൽ ഇലോങ്ങേറ്റഡ് ആക്സസസ് അലോങ് ദ മാർജിൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് സ്കിൻ, പെയിൻഫുൾ, അഗ്രിവേറ്റ് ബൈ വാക്കിംഗ്, ഫോമിംഗ് ഡ്യൂറിങ് ദ ഫ്ലോ ആൻഡ് ബ്രേക്കിംഗ് ആഫ്റ്റർ ദ പീരീഡ്. മെൻസ്ട്രൽ പീരീഡിൽ ഇലോങ്ങേറ്റഡ് ആക്സസസ്, മ്യൂക്കസ് മെംബ്രെയിൻസിൻ്റെ സ്കിൻസിൻ്റെ മാർജിനിൽ ഇലോങ്ങേറ്റഡ് ആക്സസ് വരുന്നു. അത് നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നു. അത് പീരീഡ്സ് കഴിയുമ്പോൾ അത് അപ്രത്യക്ഷം ചെയ്യുന്നു. ഇതൊക്കെ വളരെ അസാധാരണമായിട്ട് പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. എളുപ്പത്തിൽ നമുക്ക് അതിനെ ഹീൽ ചെയ്യാൻ പറ്റും. ദിസ് വിത്ത് ഇച്ചിങ് കോസസ് ഗ്രേറ്റ് സഫറിങ്. ഇതിനോടൊപ്പം ഇച്ചിങ് കൂടി ആയിക്കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നങ്ങളാണ്. മോർണിംഗ് സിക്നസ്, ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഛർദിൽ. എ വുമൺ വൈൽ പ്രഗ്നൻറ്റ് ഹാസ് എഡിമാറ്റസ് സ്വെല്ലിംഗ് ഓഫ് ദി ജെൻറ്റൽസ്. പ്രഗ്നൻസിയിൽ ജെൻറ്റൽസിൽ എഡിമാറ്റസ് സ്വെല്ലിംഗ് ഉണ്ടാകുന്നു. ഡിഫ്യൂസ്ഡ് ഇൻഫ്ലമേഷൻ, സോർനെസ് ആൻഡ് ഫുൾനെസ് ഓഫ് ദ ജെൻറ്റൽസ് ആൻഡ് പെൽവിസ് കോസിങ് ഡിഫിക്കൽറ്റി ഇൻ വാക്കിംഗ്. അപ്പോൾ നടക്കാൻ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ ജെൻറ്റൽസിൽ പ്രശ്നങ്ങൾ, ഫുൾനെസ്, സോർനെസ്, ഒത്തിരി പ്രശ്നങ്ങൾ. ആൻഡ് ഷീ മസ്റ്റ് ടേക്ക് ടു ദ ബെഡ്. ഈ നടക്കാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും കിടക്കേണ്ടുന്നൊരവസ്ഥ. ഇൻ പെൽവിക് സെല്ലൈറ്റിസ് ഇൻ ദ ഏർലി മന്ത്സ് ഓഫ് പ്രഗ്നൻസി മെർക്കുറി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റെമഡി. അപ്പോൾ പ്രഗ്നൻസിയുടെ ആദ്യഘട്ടങ്ങളിൽ സെല്ലൈറ്റീസിൽ, പെൽവിക് സെല്ലൈറ്റീസിൽ മെർക്കുറി വളരെ പ്രധാനപ്പെട്ട റെമഡിയാണ്. റിപ്പീറ്റഡ് മിസ്കാരേജ് ഫ്രം ഷിയർ വീക്ക്നെസ്, മെർക്കുറി ഈസ് എ വണ്ടർഫുൾ സ്ട്രെങ്തനർ വെൻ പ്രോപ്പർലി യൂസ്ഡ്. കണ്ടോ, ആവർത്തിച്ചുണ്ടാകുന്ന മിസ്കാരേജ് ഒരുപാട് മനുഷ്യർ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത്തരം അവസ്ഥകളിൽ മെർക്കുറി ഈസ് എ വണ്ടർഫുൾ സ്ട്രെങ്തനർ. ആ സ്ത്രീയെ ശക്തിപ്പെടുത്തി വീക്ക്നെസ് കൊണ്ടുണ്ടാകുന്ന മിസ്കാരേജിൽ നിന്നും അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്
മെർക്കുറിയോസിസ് സാധിക്കും. എങ്ങനെയാണ്? വെൻ പ്രോപ്പർലി യൂസ്ഡ്, ശ്രദ്ധാപൂർവം ഇൻഡിക്കേറ്റർ മനസ്സിലാക്കി ശരിയായ പൊട്ടൻസ് നിർണ്ണയിച്ച് ശരിയായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ സ്ത്രീയുടെ ജെൻറ്റൽ പാർട്സിനെ ശക്തിപ്പെടുത്തുകയും മിസ്കാരേജ് ഒഴിവായി പ്രഗ്നൻസി പൂർത്തിയാക്കി ആരോഗ്യമുള്ള കുട്ടിയെ പ്രസവിക്കാൻ പ്രാപ്തിയാക്കുകയും ചെയ്യും. ഉണ്ടോ? എത്രയോ വിലപ്പെട്ട ഒരു സർവീസാണ് സ്ത്രീകൾക്ക് മെർക്കുറിയോസ് കൊടുക്കുന്നത്. പ്രൊലോങ്ഡ് ലോക്കിയ, കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഡിസ്ചാർജസ് ഇങ്ങനെ നീണ്ടുപോകുന്നു, നിലയ്ക്കാതെ പ്രൊലോങ്ഡ് ഡിസ്ചാർജ് ഉണ്ടാകുന്നു പ്രസവശേഷം, അതും മെർക്കുറിയോസ് കവർ ചെയ്യും. മിൽക്ക് സ്കാൻഡി ആൻഡ് സ്പോയിൽഡ്, ഉണ്ടോ? മുലപ്പാല് കുറവ് ഉള്ളത് കേടും. അപ്പോൾ ഇങ്ങനെയുള്ള സ്പോയിൽഡ് മിൽക്ക് കുടിച്ച് കുട്ടികൾക്ക് ഡിസെൻട്രി ഉണ്ടാകുന്നൊരവസ്ഥ. ഞാനൊക്കെ അതിൻ്റെ ഇരയാണ്. ചെറുപ്പത്തിൽ 2 ആഴ്ച മാത്രം മുലപ്പാൽ കുടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് അറിഞ്ഞുകൂടാ. അന്ന് നല്ല ഹോമിയോപ്പതി ചികിത്സകന്മാർ ഞങ്ങളുടെ നാട്ടിലില്ലായിരുന്നു. മുലപ്പാൽ നിർത്തുക എന്നുള്ള പരിഹാരമാണ് പറഞ്ഞത് പീഡിയാട്രീഷ്യന്മാർ. 2 ആഴ്ച വരെ മുലപ്പാൽ കൂടി നിർത്തേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ സ്പോയിൽഡ് മിൽക്കാണെങ്കിൽ മെർക്കുറിയോസിന് ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു ഡോസ് മെർക്കുറി കൊടുത്തു കഴിഞ്ഞാൽ അമ്മയും രക്ഷപ്പെടും, കുഞ്ഞും രക്ഷപ്പെടും. ഉണ്ടോ? എത്രയോ അമൂല്യമായ സർവീസാണ് ഹോമിയോപ്പതി മെർക്കുറിയോസ് പോലുള്ള ഔഷധങ്ങളോട് തരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിനെക്കുറിച്ച് സിംറ്റംസ് മനസ്സിലാക്കുക. ഒരുപാട് നമ്മളിപ്പോൾ കണ്ടതുപോലെ ഒരുപാട് വെനറൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഗൊണേറിയ, സിഫിലിസ്, സപ്രസ്ഡ് കണ്ടീഷൻസ്, മെൻസ്ട്രൽ പ്രശ്നങ്ങൾ, ഗർഭകാല പ്രശ്നങ്ങൾ, പ്രസവത്തിന് ശേഷമുള്ള പ്രശ്നങ്ങൾ. മെർക്കുറിയോസ് എത്രയോ വിപുലമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. മെർക്കുറിയോസിൻ്റെ കൂടുതൽ ഉപയോഗങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അപ്പോൾ ഇതുവരെ ഈ പ്രോഗ്രാം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.